ഇന്നലെ ദാറുൽ CPM മാർച്ച് നടത്തിയത് നമ്മളാരും അതിനെ അനുകൂലിക്കണമില്ല, പിന്നെ പ്രതികൂലിക്കണമില്ല. പ്രതികൂലിക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല. സമസ്തക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ ഒരു ദാറുൽ നമ്മളെപ്പല്ലല്ലോ. ഏറ്റവും വലിയ തലവേദന വാഫി വിഷയമാണിപ്പോൾ നമുക്ക് സമസ്തൻ്റെ ദിലിൽ ഇപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയൊരു തലവേദന വാഫി വിഷയമാണ് അല്ലേ പ്രത്യക്ഷത്തിൽ. പക്ഷെ ആ ഒരു വിഷയം വന്നപ്പോൾ വഫിയകൾ സമസ്തകളുടെ ജമിയത്തുൽ ഉലമക്ക് എതിര് നിന്നിട്ടില്ല. വാഫികൾ നിന്നിട്ടില്ല എന്നല്ല, വാഫികൾ നല്ലോണം സമസ്തക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്, ഈ സെക്കൻഡിലും പ്രവർത്തിക്കണില്ല എന്നല്ല പറഞ്ഞത്. പക്ഷെ അതിലേറെ, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം, അതിലേറെ സമസ്തക്ക് ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്നത് സമസ്തനെയും സമസ്തൻ്റെ നേതാക്കളെയും പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് പൊതുസമൂഹത്തിൻ്റെ ഇടയിലിട്ടിട്ട് വളരെയധികം മോശമായി ചിത്രീകരിക്കുന്നത് ഏറ്റവും വലിയ ഹുദവികളാണ്, വാഫികളല്ല. ഏറ്റവും സമസ്തനെ വളരെ നീചമായി ഈ വഫിയ വിഷയത്തിൽ സമസ്തനെ പ്രതികൂല സാഹചര്യത്തിൽ സമസ്തനെ ഏറ്റവും വലിയ ശത്രു ഹുദവികളാണ്. അത്രയധികം സമസ്തനെ വിമർശിക്കുന്നുണ്ട്. എന്നാ വാഫികൾ ഇത്ര വിമർശിക്കണില്ല, ഈ ഹുദവികളാണ്. അപ്പൊ സമസ്തക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ സമസ്തനെ അതിലേറെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ അവിടെ ഉള്ള പ്രിൻസിപ്പൽ ഡോക്ടർ ബഹൗദ്ദീൻ നദ്വിയും അവിടെയുള്ള കമ്മിറ്റിയും അവിടെയുള്ള കുട്ടികളുമാണ്. പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ അതിൻ്റെ ബാക്കിൽ പോയിട്ട് സമയം കഴിച്ചത്? ഓലെന്താ വെച്ചാൽ ആയിക്കോട്ടെ, സമസ്തൻ്റെ ഇപ്പം നിന്നിട്ടില്ല, സമസ്തൻ്റെ സ്ഥാപനമല്ല അത്. പിന്നെ എന്തിനാ നമ്മളതിൻ്റെ ബാക്കിൽ പോണത്? കാരണം അത് സമസ്തൻ്റെ ഒരു സ്ഥാപനമൊന്നും അല്ലല്ലോ. അപ്പം ചിലവർ പറയും സമസ്തൻ്റെ വലിയ രജിസ്റ്റർ ചെയ്തുകൊണ്ട് എനിക്കറിയില്ല. സമസ്തൻ്റെ ഇനിയിപ്പോൾ രജിസ്റ്റർ ചെയ്തൊരു സ്ഥാപനമാണ് പട്ടിക്കാട് ജാമിനൂരിയ. ഇപ്പം അത് സമസ്തൻ്റെ സ്ഥാപനമാണെന്ന് നമുക്ക് പറയാൻ പറ്റും? ഒരിക്കലുമല്ല, സമസ്തൻ്റെ സ്ഥാപനം ഒരിക്കലുമല്ല. ദാറുൽ ഹുദ തീരെയല്ല. കാരണം അവിടെ കുട്ടികൾ പഠിക്കുന്നത്, കുട്ടികളിലെ 99.3% കുട്ടികളും ഉസ്താദുമാരും സമസ്തക്കെതിരാണ്, ദാറുൽ ഹുദയിലാണെങ്കിലും ജാമിനൂരിയിലാണെങ്കിലും. പിന്നെ അപ്പോൾ അവിടെ ഒരു ഇഷ്യൂസ് നടക്കുമ്പോൾ ഒരു ദീനി സ്ഥാപനമല്ലേ, നമ്മളെ സ്ഥാപനമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലവർ പിന്നെ വരും. പക്ഷെ അത് നമുക്ക് അതിൽ പ്രതിരോധിക്കേണ്ട ഒരു ആവശ്യം, എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്, പ്രതിരോധിക്കേണ്ട ഒരു ആവശ്യമല്ല. അപ്പോൾ ഈ രണ്ട് കോളേജിൽ നിന്നും സമസ്തക്ക് നിരന്തരം കുട്ടികളൊക്കെ കേനുവാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് സമസ്തക്കെതിരെ പ്രവർത്തിക്കണം, സമസ്തൻ്റെ ഉലമാക്കൾ ശരിയില്ല, സമസ്തൻ്റെ യുവനേതാക്കന്മാർ ശരിയില്ല എന്ന് പറഞ്ഞിട്ടില്ല നിരന്തരമായ ക്ലാസ്സുകളാണ് ദാറുൽ ഹുദയിലാണെങ്കിലും ശരി, പട്ടിക്കാട് ജാമിനൂരിയിലാണെങ്കിലും ശരി ഈ കുട്ടികളെ മുമ്പിലിരുത്തിയിട്ട് ഉസ്താദുമാർ പറയുന്നത്. ജാമിനൂരിയിലൊക്കെ പരസ്യമായിട്ട് പുറത്ത് വിട്ട വോയിസുകളുടെയൊക്കെ വോയിസ് ഇല്ലെങ്കിൽ ഞാൻ വിട്ടെന്നീന്നു. ഹംസ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് ഉണ്ടല്ലോ, ഹൈത്തമി, അനൂർ ഷാ തരീഖത്തിൻ്റെ ആൾ, അയാളൊക്കെ നിരന്തരം ഓരോ ദിവസം ഒരു ക്ലാസ്സിൽ അയാൾ സമസ്തക്കെതിരെയും സമസ്തൻ്റെ ഉലമായിനെതിരെയും പറയാത്ത ഒരു ക്ലാസ്സുകളും ഇല്ല. അപ്പം ഈ ജാമിനൂരിൽ പെട്ട ഒരു മുദരിസ് ഉണ്ടല്ലോ, മുടിക്കോട് പൈസ മുടക്കൽ പൈസ ഉണ്ടല്ലോ, മറ്റേ ജാരിയ ഫണ്ട് മുടക്കിയല്ലോ. ജാരിയ ഫണ്ടിക്കൊന്നും ആരും അതിനൊക്കെ അത്യാവശ്യം പൈസ അയക്കണമെങ്കിൽ ആരും അയക്കടേത്, എല്ലാവരും ജാമ്യനെ സ്നേഹിക്കാൻ ജാമ്യക്ക് വേണ്ടിയിട്ട് ഫണ്ട് പിരിക്കാന്ന് പറഞ്ഞില്ല. ജാരിക്കെതിരെ വന്നല്ലൊരു പൈസ ജാമിനൂരിൽ നിന്ന്, അതും പട്ടിക്കാട് ജാമിനൂരിൽ പൈസന് പഠിപ്പിക്കുന്ന ഒരു പൈസയാണ് ജാരിയ എന്ന ആ മഹത്തായ ആശയത്തിനെതിരെ പ്രവർത്തിച്ചത്. ആ പറഞ്ഞ വ്യക്തി തന്നെയാണ് സയ്യിദുൽ ഉലമനെ പരസ്യമായിട്ടൊരു വോയിസിൽ അയാൾ വിമർശിച്ചിട്ടുണ്ട് സയ്യിദുൽ ഉലമനെ. അതായത് അയാൾ അങ്ങനെ ഉയർത്തി പറയേണ്ട ഒരാളൊന്നുമില്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അയാളെ നാട്ടിൽ അന്വേഷിച്ചാൽ അറിയാം, മുടിക്കോടാണ് ആളെ വീട്. അവിടെ ഏതാൾക്കാരോട് ചോദിച്ചാലും അറിയാം. എല്ലാ ആൾക്കാരുടെ കയ്യിലും അവിടെ ആ വോയിസ് ഉണ്ട്, ജിഫ്രി തങ്ങൾ എതിർക്കണ വോയിസ്. അപ്പം അതൊന്നും സമസ്തൻ്റെ സ്ഥാപനമാണ് എന്ന് കരുതിയിട്ട് നമ്മളെ ഊർജ്ജം എന്തിനാ അതിന് ചിലവാക്കുന്നത്? ആരേലും വന്നിട്ട് മാർച്ച് നടത്തി എന്തേലും ചെയ്തോട്ടെ, നമുക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം സമസ്തക്ക് അവിടുത്തെ കുട്ടികളേറ്റവും അവിടുത്തെ നേതാക്കന്മാരേറ്റവും ഒരു ഗുണവും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ ഡോക്ടർ ബഹൗദ്ദീൻ നദ്വി ഏറ്റവും വലിയ തലവേദന എന്ന് സമസ്തക്ക്, ഏറ്റവും വലിയ തലവേദന. എന്തെങ്കിലും കാര്യമുണ്ടോ നമുക്ക്? അയാളേറ്റ് എന്തെങ്കിലും കാര്യം സമസ്തക്കുണ്ടോ? ബുദ്ധിമുട്ട് എന്നല്ലാതെ ഒരു കാര്യമല്ല. പിന്നെ എന്തിനാ നമ്മളതിന് വാളും പരിചയെടുത്തിട്ട് അതിൻ്റെ പിന്നാലെ നമ്മൾ പോണത്?